നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച രേഖകളിൽ ഉള്ളത്. അഴിമതിക്ക് നിയമപരിവേഷം നൽകി കാശ് തട്ടാനുള്ള വഴി BJP ആവിഷ്കരിച്ചെങ്കിലും പുറത്തു വന്ന വിവരങ്ങൾ BJPയെയും കേന്ദ്ര സർക്കാരിനെയും പുകമറയിൽ നിർത്തുന്നതാണ്. പണം കിട്ടിയവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പണം 6060 കോടി നേടിയത് BJPയാണ്. സീരിയൽ നമ്പർ ഇല്ലാതെ പേരുകൾ അപ്ലോഡ് ചെയ്തത് കോടതിക്ക് തന്നെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോണ്ട് വാങ്ങിയവരൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും മറ്റും അന്വേഷണ പരിധിയിലായിരുന്നു. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ പണം നൽകി ബോണ്ട് വാങ്ങിയവരോട് BJP സർക്കാർ ഉപകാര സ്മരണ കാണിച്ചു എന്നാണ് രേഖകളിലെ വസ്തുതകൾ നൽകുന്ന സൂചന. സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സൊല്യൂഷൻസും സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും MRFും ഒക്കെ ഉൾപ്പെട്ടിട്ടും അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പും അദാനിയുടെ കമ്പനിയും ഉൾപ്പെടാതിരിക്കുന്നത് സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് നിരന്തരം അടിവാങ്ങുന്ന കേന്ദ്ര സർക്കാർ കൂടുതൽ കുഴപ്പത്തിലാകും മുൻപ് കളം പിടിക്കാൻ ഇറക്കിയ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ നിന്ന് കത്തുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു ഇന്ന് ഈ വിഷയം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ലാൽ കുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള അട്ടിമറി പൊളിഞ്ഞോ? അല്ല, ബഹുമാനായിട്ടുള്ള ശ്രീ ഡോക്ടർ ലാൽ, അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ പറയപ്പെടുന്നു ഇത് വലിയൊരു തട്ടിപ്പാണ്, ഇത് ആകെ പൊളിഞ്ഞു, ജനാധിപത്യത്തിന് ഏറ്റക്കോട്ടം, തട്ടിപ്പ് നിയമപരമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ സത്യസന്ധമായിട്ട് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ്, മാധ്യമ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്കതിനെടുക്കാൻ സാധിക്കില്ല. ഡോക്ടർ ലാലിനെ പോലെയുള്ള അറിവും വിവരവും പ്രാപ്തിയൊക്കെയുള്ള ആളുകൾ ഇതുപോലത്തെ ഒരു ശൈലിയിലൊരു ചർച്ചയെ തുടക്കം തന്നെ ഇൻട്രോ കൊടുത്ത് ഒരു നെഗറ്റീവ് ചർച്ചയാക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങ് അത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട്, BJPക്ക് എന്താണ് ഇതിനകത്ത് കൺഫ്യൂഷനുള്ളത്? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയപ്പെടുന്ന സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ട്രാൻസ്പാരൻസിയാണ്. നോക്കൂ, ഒരു പാർട്ടിക്ക്, BJPക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിനും TMCക്കും BRSനും TDPക്കും YSR കോൺഗ്രസിനും TMKക്കും എല്ലാം ഏകദേശം ഇന്ന് വന്ന കണക്കുകൾ ശരിവെക്കുകയാണെങ്കിൽ, മാധ്യമ കണക്കുകൾ അടക്കം നോക്കുകയാണെങ്കിൽ ഏകദേശം 5000 കോടി രൂപയോളം മറ്റ് ഇതര പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടികൾ കിട്ടുന്നത് ഒരു ബാങ്ക് വഴിക്കാണ്. ബാങ്കിലൂടെ KYC അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. ഒരു രൂപ നയ പൈസ കള്ളപ്പണമില്ലല്ലോ, ഡയറക്റ്റ് പണമല്ലേ അതിനകത്ത് ഇൻവെസ്റ്റ്. ഇതൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നത് CPIMനെ പോലെ ഒരു പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതി ഇടപെട്ട് ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന കാര്യങ്ങൾ കോടതി നിർബന്ധം പിടിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിൽ പോലും ഇപ്പോൾ പൂർണ്ണമായ രേഖകളില്ല, പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് സീരിയൽ നമ്പർ ഇല്ല, എന്തുകൊണ്ടില്ല, എല്ലാ വിവരങ്ങളും തരുന്നില്ല, തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് അത് തരണം എന്നാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി എന്നൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എവിടെ? നോക്കൂ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നീതിന്യായ പീഠം പറയുന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അവർ എന്താണ് ബാങ്കിനോട് ആവശ്യപ്പെട്ടത് എങ്കിൽ ബാങ്ക് അത് കൊടുക്കുമെന്നുള്ളത് 100%. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സർക്കാർ കൃത്യമായ ഒരു ബില്ലുണ്ടാക്കുമ്പോൾ അതിനകത്ത് ട്രാൻസ്പാരൻസി എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശലക്ഷ്യമുണ്ടായത്. ആ ഉദ്ദേശലക്ഷ്യപ്രകാരം 1 രൂപ പോലും കള്ളപ്പണമില്ലാതെ പാർട്ടികൾക്ക് കൃത്യമായി കൊടുക്കുന്ന ബോണ്ടുകൾ വഴി കൊടുക്കുന്ന പൈസകൾ പരിപൂർണമായിട്ട് KYC അപ്ഡേറ്റ് ചെയ്ത ആളുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. സിംഗിൾ റുപ്പി പോലും
അതിനകത്ത് കള്ളപ്പണമില്ല. അല്ല, പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമല്ലല്ലോ അഴിമതി. ഇപ്പൊ ട്രാൻസ്പെറന്റ് ആയി പണം വാങ്ങുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ ഇതിനകത്ത് അഴിമതി. ഇപ്പോൾ സംശയിക്കുന്നത് പല തരത്തിലാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, താങ്കൾക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതിനകം ഈ പണം കൊടുത്തിരിക്കുന്ന പലരും ED-യുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ പരിധിയിൽ വന്ന് നിൽക്കുന്നവരാണ്. അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി അവരുടെ അന്വേഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവരാണ്. പലപ്പോഴും പിഴ വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള നിയമ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിൽ കാത്തു നിൽക്കുന്നവരായിരുന്നു. അവരുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് സർക്കാരിൻ്റെ നയവും നിയമങ്ങളും മാറുന്ന കാഴ്ചയും ഈ 2019 ശേഷം പലപ്പോഴായി കണ്ടു. അത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി കാണാനാകുമോ അതിനെ? 100% ഡോക്ടർ ലാൽ അങ്ങ് പറഞ്ഞത് തെറ്റല്ലേ? നോക്കൂ, ED അന്വേഷണം നേരിടുന്ന കമ്പനികൾ, മറ്റ് അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികൾ, സർക്കാരിൻ്റെ ഗുണഗണങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന കമ്പനികൾ എന്നൊക്കെയാണ് അങ്ങ് വാക്കുകളാൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉദ്ധരിച്ചത്. അത് പരിപൂർണമായി തെറ്റാണ്. നോക്കൂ, ഈ പറഞ്ഞ കമ്പനികൾ ആരെങ്കിലും BJP-യിലേക്കാണ് പൈസ കൊടുത്തത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ലിസ്റ്റ് ബഹുമാനായിട്ടുള്ള ശ്രീ ലാൽ അങ്ങയുടെ കയ്യിലുണ്ട്. BJP-ക്ക് അല്ല കൊടുത്തതെന്നുള്ള ഒരു രേഖ താങ്കളുടെ കയ്യിലുണ്ടോ? എന്തുകൊണ്ട് ആ ട്രാൻസ്പെറൻസി അവകാശപ്പെടുന്ന BJP-ക്ക് ഈ രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് നൽകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഈ വിവരങ്ങൾ കോടതിയിൽ ഇപ്പോൾ SBI-ക്ക് നൽകാനായില്ല? ഏത് പാർട്ടിക്കാണ് കൊടുത്തതെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? SBI അത് കൊടുക്കേണ്ട രീതിയിൽ കോടതി പറഞ്ഞതനുസരിച്ച് കൊടുത്തോളും. നോക്കൂ, BJP-ക്കല്ല കൊടുത്തത് എന്ന് അങ്ങേക്ക് പറയാൻ സാധ്യമാകുമോ എന്ന് ഡോക്ടർ ലാലിൻ്റെ ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതുപോലെയുള്ള ആളുകൾ പരിപൂർണമായി BJP-ക്കാണ് പൈസ കൊടുത്തതെന്ന് എങ്ങനെയാണ്? ഇല്ല, ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള രേഖകൾ അനുസരിച്ച്. ഇപ്പോൾ പുൽവാമ സംഭവം 2019 നടക്കുന്നതിന് ശേഷം, ആ പുൽവാമ സംഭവത്തിന് ശേഷം പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP-യും കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ടുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാണ്. അതുപോലെ BJP-ക്ക് കൃത്യമായി ഉത്തരം പറയേണ്ട മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ താനെ ബോണിവല്ലി ഇരട്ട ടണൽ പദ്ധതി കിട്ടിയ മേഘ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ 140 കോടിയുടെ ബോണ്ടുകളാണ് അവർ വാങ്ങിയിട്ടുള്ളത്. അവർക്ക് കൃത്യമായി മഹാരാഷ്ട്ര സർക്കാരിൻ്റെ 14,400-ൽ പരം കോടിയുടെ ടണൽ പദ്ധതി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 മാസത്തിനകം അവർക്കത് കിട്ടിയിട്ടുണ്ട്. കോടതിയിൽ കേസുമുണ്ട്. അതുപോലെ MRF-ൻ്റെ കാര്യത്തിൽ റബ്ബറിൻ്റെ വില കേരളത്തിലൊക്കെ നിങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് റബ്ബറിൻ്റെ വില ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ഒന്ന് തൊടാൻ പോലും പറ്റാത്തത്? ഈ കമ്പനികളുടെ, ടയർ കമ്പനികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ നിർണ്ണയിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ തെളിഞ്ഞു വരികയാണ്. MRF-ന് 600 ചില്ലറ കോടി രൂപയുടെ പിഴയാണ് കോമ്പറ്റീഷൻ കമ്മീഷനൊക്കെ ചുമത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് അവരുടെ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ സൂചനകളാണ്? ഒന്നിൻ്റെ സൂചനയല്ല, അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ട്രാൻസ്പാരൻസി എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ ലാലിനും അറിയാം, എനിക്കും അറിയാം കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. കൊടുക്കുന്ന എങ്ങനെയാണ് ലാൽ ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിയത്? സുപ്രീം കോടതി SBI-യോട് ചോദിച്ചപ്പോഴും ഇതിൻ്റെ വിവരങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു? 20,000 രൂപയുടെ മേലെയുള്ള പൈസകൾ മാത്രം അക്കൗണ്ട് ചെയ്താൽ മതി, 20,000-ന് താഴെയുള്ളത് അക്കൗണ്ട് ചെയ്യേണ്ട എന്ന രീതിയായിരുന്നില്ലേ പലരും ഇവിടെ കാണിച്ചിരുന്നത്? എന്താണ് പലരും കാണിച്ചിരുന്നത്? 20,000-ന് താഴെയായിട്ടുള്ള കാശുകൾ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ശൈലി പലപ്പോഴും പല തരത്തിലും അത് കള്ളപ്പണത്തിൻ്റെ ശൈലിയിൽ ഏർപ്പാട് ചെയ്തിരുന്നു. നോക്കൂ, ഇവിടെ വളരെ കൃത്യമാണ്. ഒരു കമ്പനി അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്, അത് ഇന്ത്യൻ കമ്പനി ആയിരിക്കും. ഇന്ത്യയുടെ KYC അനുസരിച്ച് അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നവൻ്റെയും മേടിക്കുന്നവൻ്റെയും സ്വകാര്യത എന്തിനു സൂക്ഷിക്കണം എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു എന്ന് നിങ്ങൾ ഉന്നയിക്കുന്നു. ആ കാര്യം സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായി അത് വെബ്സൈറ്റിലോ ഇലക്ഷൻ കമ്മീഷനോ ഈ പണം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ഈ 2-3 കമ്പനികളുടെ നിയമങ്ങൾ നടപ്പിലാകുന്നത്, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം, അതിന് ഡയറക്റ്റായി താങ്കൾക്ക് ഉത്തരമുണ്ടോ? അത് അങ്ങയുടെ ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമാണ് സാർ. അത് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഫോളോവർ എന്ന രീതിയിൽ അങ്ങയുടെ ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമാണ്. ഒരു സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവന്ന സമയത്ത് ആ സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ബോണ്ടുകൾ
BJP വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയുടെ ചോദ്യം എന്നാണോ താങ്കൾ പറയുന്നത്? എന്താണിത്? നോക്കൂ, 18-ാം തീയതി കേസ് വെച്ച ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ലിസ്റ്റുകളും മറ്റു കാര്യങ്ങളും കോടതിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാണ് കാശ് കൊടുത്തത് എന്നുള്ളത് ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് പബ്ലിക് ഡൊമൈനിൽ വരുമല്ലോ. അതല്ലല്ലോ ട്രാൻസ്പെറൻസി. കോടതി പറയുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ അവിടെ അറിയാൻ പറ്റുമല്ലോ എന്നാണ് താങ്കൾ പറയുന്നത്. ഇതാണോ ട്രാൻസ്പെറൻസി? BJP ഇങ്ങനെ കോടതിയിലാണോ ട്രാൻസ്പെറൻസി തെളിയിക്കാൻ പോകുന്നത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും താങ്കൾ പറയുന്നില്ല പുൽവാമ കേസിലെ പുൽവാമ സംഭവത്തിന് ശേഷം പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയോ എന്നുള്ള കാര്യം, ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. 2019 പുൽവാമയിലൂടെയാണ് നിങ്ങൾ വിജയം നേടിയത് എന്ന വലിയ ആരോപണം നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും ആ ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ്. പുൽവാമ ഇഷ്യൂ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നിങ്ങൾ അതിൻ്റെ പേരിൽ പുൽവാമ കേസ് നടന്നതിന് ശേഷം, ആ സംഭവം ഉണ്ടായതിനു ശേഷം, പുൽവാമ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം പാക് കമ്പനിയുടെ ബോണ്ട് BJP വാങ്ങിയിട്ടുണ്ടോ? ഡയറക്റ്റായ ഉത്തരമാണ് വേണ്ടത്. നോക്കൂ, അല്ല, ഡയറക്റ്റ് ഉത്തരം പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇന്ത്യൻ കമ്പനിക്ക് മാത്രമേ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമാകുള്ളൂ. നമ്പർ 1, ഇന്ത്യൻ കമ്പനിയുടെ KYC അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബാങ്കിലൂടെ ഈ പൈസ വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. 3, ഇന്ത്യൻ കമ്പനി KYC അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വൈറ്റായിട്ട് കൊടുക്കുന്ന കള്ളത്തരമില്ലാത്ത കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത്, ഇതിനെയല്ല ഡയറക്റ്റായ ഉത്തരം എന്ന് പറയുന്നത്, പുൽവാമയ്ക്ക് പിന്നാലെ പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയോ? ഇതാണ് ചോദ്യം. പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയോ? ഇതിനുള്ള ഉത്തരം എന്താണ്? വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം രാഷ്ട്രീയമായിട്ട് ആരോപിച്ചുകൊണ്ട് അത് നിങ്ങളൊരു കാര്യം രാഷ്ട്രീയമായിട്ട് ആരോപിച്ചുകൊണ്ട് അത് BJPയുടെ തലയിൽ കെട്ടിവെച്ച് BJP അങ്ങനെ വാങ്ങിയോ ഇല്ലയോ? പറയൂ സാർ, BJP വാങ്ങിയോ ഇല്ലയോ? BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യൻ കമ്പനിക്ക് മാത്രമേ KYC അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് മണി മാത്രമേ ട്രാൻസ്പെറന്റ് ആയിട്ട് SBIയിലൂടെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഒരു കള്ളക്കമ്പനിയുടെയും പൈസ BJP വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സാന്റിയാഗോ മാർട്ടിന്റെ അടക്കമുള്ള കാര്യങ്ങൾ. സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനിക്ക് കൊടുത്ത 5 കോടിയുടെ അടക്കം കണം ഇവിടെയുണ്ട്. DM നിങ്ങൾ പറഞ്ഞല്ലോ ദേശാഭിമാനിക്ക് 2 കോടി കൊടുത്തപ്പോ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു ബോണ്ട് എന്നുള്ള നിലയ്ക്ക് അന്ന് കൊടുത്തപ്പോ അത് വലിയ വാർത്തകളാക്കിയവരാണല്ലോ നിങ്ങളൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിന്റെ ആയിരക്കണക്കിന് കോടിയുടെ ബോണ്ടുകളാണ് ഇപ്പോൾ വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്നതും. ഞാൻ വരാം തിരിച്ച്. ഡോക്ടർ VP മുസ്തഫ, BJP പറയുന്ന ഈ ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് മനസ്സിലാക്കാനാകുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ അട്ടിമറി കോടതിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ഹർജിയുടെ പുറത്ത് തടഞ്ഞിരിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ പറയാൻ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മുമ്പിൽ തെളിവുകൾ? എത്ര വലിയ അട്ടിമറിയായിരുന്നു ഇപ്പോൾ നടക്കുന്നത്? സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണ രാഷ്ട്രീയ അഴിമതിയാണ് മോഡി ഭരണത്തിൽ നടന്നിരിക്കുന്നത്. BJPയും RSSും തികഞ്ഞ വലതുപക്ഷ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിൽ അഴിമതിയുടെ ചളിക്കുണ്ടിൽ തന്നെയുള്ളതാണ്. നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് വലിയ അഴിമതി പാർട്ടിയായിരുന്നു. ബൊഫേഴ്സ് കുംഭകോണം അവരുടെ കാലത്തുണ്ടായിട്ടുണ്ട്, 2G കുംഭകോണം അവരുടെ കാലത്തുണ്ടായിട്ടുണ്ട്, കൽക്കരി കുംഭകോണം അവരുടെ കാലത്തുണ്ടായതുണ്ട്. ആ കോൺഗ്രസിൽ നിന്ന് വർഗീയത കൂടി ചേർത്ത ഫാഷിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ്. ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഘടിതമായ കൊള്ളയാണ് രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത്. അങ്ങനെ തന്നെ കൊള്ളയടിക്കുന്ന കടുത്ത അഴിമതിക്കാരായിട്ട് മോഡി ഭരണം മാറിയിരിക്കുകയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യതയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJP പ്രതിനിധി 10 മിനിറ്റ് സംസാരിച്ചതിൽ ട്രാൻസ്പെറൻസി എന്നുള്ള വാക്ക് 10 തവണ ആവർത്തിച്ചു. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് നിയമത്തിൽ ഈ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല.
വാങ്ങുന്നവനെ കുറിച്ച് പുറത്തറിയാൻ പാടില്ല, കൊടുക്കുന്നവനെ കുറിച്ച് പുറത്തറിയാൻ പാടില്ല. ഇതായിരുന്നു നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട് നിയമത്തിലുള്ളത്. CPIM കേസ് നടത്തി, 5 കൊല്ലം സുപ്രീം കോടതി കേസ് നടത്തി. മിനിഞ്ഞാന്ന് സുപ്രീം കോടതിയാ പറഞ്ഞത് നിങ്ങളത് പരസ്യമാക്കൂ എന്ന്. അല്ലാതെ മോഡി ഗവൺമെന്റിന്റെ അമിത്ഷാ പാസാക്കിയ നിയമത്തിൽ നിങ്ങൾ ഈ സുതാര്യത കൊണ്ടുവന്നിരുന്നില്ല. CPIM നടത്തിയ കേസിന്റെ ഭാഗമായി സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോഴും കൊടുക്കാൻ തയ്യാറായോ? എന്താ SBI ആദ്യം ആവശ്യപ്പെട്ടത്? ജൂൺ 30 വരെ സമയം വേണം. എല്ലാ സാധനവും റെഡിമെയ്ഡ് ആയിട്ടുണ്ട്, സീൽഡ് കവറിലുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഇലക്ഷൻ പ്രോസസ് എല്ലാം കഴിയുന്ന ജൂൺ 30 വരെ സമയം നീട്ടി ആവശ്യപ്പെട്ടു. അത് കോടതി അനുവദിക്കാത്തത് കൊണ്ടല്ലേ ഇന്നിപ്പോ BJP പ്രതിനിധിക്ക് ഇവിടെ വന്നിട്ട് സുതാര്യത, ട്രാൻസ്പെറന്റ് എന്നുള്ള വാക്കുപയോഗിക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റത്തെ നഗ്നമായ അഴിമതി. നിങ്ങൾ ഇത് മുഴുവൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ പിറകെ വേട്ടനായ്ക്കളെ പോലെ വിടുകയും എന്നിട്ട് അവരെയെല്ലാം നിങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം കുമ്പിടിപ്പിക്കുകയല്ലേ ചെയ്തത്. ഞാൻ കൃത്യമായിട്ട് തീയതികളടക്കം ഓരോ സ്ഥാപനത്തിൻ്റെ പറയാം. ഇപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ സാന്റിയാഗോ മാർട്ടിൻ എന്നിട്ട് ദേശാഭിമാനിയെ ഒന്ന് കുത്താൻ നോക്കുക. ദേശാഭിമാനി വാങ്ങിച്ചത് 2 കോടി രൂപ തിരികെ ആ കമ്പനിക്ക് തന്നെ നൽകുന്ന ബോണ്ടായിട്ടാണ്, അല്ലാതെ തിരിച്ചു കൊടുക്കാത്തതല്ല. നിങ്ങളിപ്പോ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന, ലോട്ടറി മാഫിയയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന 1360 കോടിയുടെ ബോണ്ട് തിരികെ ആ കമ്പനിക്ക് കൊടുക്കുന്നതല്ല. ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ 2022 ഏപ്രിൽ 2-ാം തീയതി EDയുടെ റെയ്ഡ് നടക്കുന്നു. ഏപ്രിൽ 7-ാം തീയതി സാന്റിയാഗോ മാർട്ടിൻ ബോണ്ട് വാങ്ങിക്കുന്നു. അത് BJPക്ക് കിട്ടുന്നു. ഇനി അറബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ 2022 നവംബർ 10 ED അറസ്റ്റിലാവുന്നു. നവംബർ 15 അവർ പോയി എയർടെൽ ബോണ്ട് വാങ്ങിക്കുന്നു. ഷിർദിസായി ഇലക്ട്രിക്കൽസ് 2023 ഡിസംബറിൽ അവിടെ IT-യുടെ റെയ്ഡ്, ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നു. ജനുവരി 11 അവര് എയർടെൽ ബോണ്ട് വാങ്ങിക്കുന്നു. ഡോക്ടർ റെഡ്ഡീസിൽ നവംബർ 13 2020 നവംബർ 13 IT റെയ്ഡ് നടക്കുന്നു. നവംബർ 17 അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. കൽപ്പതാരു പ്രൊഡക്റ്റ് ഓഗസ്റ്റ് 4 IT റെയ്ഡ് നടക്കുന്നു. ഒക്ടോബർ 10 എയർടെൽ ബോണ്ട് വാങ്ങിക്കുന്നു, കേസ് തീർക്കുന്നു. മൈക്രോലാബ് ജൂലൈ 14 IT റെയ്ഡ് നടക്കുന്നു. ഒക്ടോബർ 10 എയർടെൽ ബോണ്ട് വാങ്ങിക്കുന്നു, കേസുകൾ തീർപ്പാക്കുന്നു. ഹീറോ മോട്ടോഴ്സിൽ IT റെയ്ഡ് നടക്കുന്നു, അവരും ബോണ്ട് വാങ്ങിക്കുന്നു. ടൊറന്റ് പവർ 2024 ജനുവരി 10 ഇപ്പൊ റീസെന്റാ അവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് അതിന്റെ തുക BJPക്ക് കിട്ടിയപ്പോ 306 മെഗാവാട്ടിന്റെ PM കുസും എന്ന പദ്ധതി, സോളാർ മോട്ടോർ പമ്പുകളുടെ പദ്ധതി അവർക്ക് ലഭിക്കുന്നു. നേരത്തെ ലാൽ സൂചിപ്പിച്ചു, മേഗാ എഞ്ചിനീയറിംഗ് ഹൈദരാബാദിലെ കമ്പനി, അവരുടെ നിങ്ങൾ പറയുന്ന മഹാരാഷ്ട്രയിലെ ഈ 12,000 കോടിയുടെ പ്രൊജക്ട് കിട്ടിയത് മാത്രമല്ല ലാലേ ഉള്ളത്. ആന്ധ്രയിൽ അവര് നടപ്പിലാക്കിയ ഇറിഗേഷൻ പദ്ധതികൾ 33,000 കോടി രൂപയുടെ ഇറിഗേഷൻ പദ്ധതികളിൽ അഴിമതി ആരോപണം, അന്വേഷണം. ഇതിന്റെ എല്ലാം പുറത്താ അവര് 142 കോടിയുടെ ബോണ്ട് വാങ്ങിക്കുന്നത്. മേഗാ എഞ്ചിനീയറിംഗ്സിന് പുതിയ പദ്ധതി കിട്ടുന്നു, അവരുടെ ആന്ധ്രയിലെ കേസുകൾ തീർപ്പാക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നോക്ക്, എവിടെയെല്ലാം ED കയറിപ്പോയോ അവിടെയെല്ലാം ആ സ്ഥാപനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമല്ലേ? എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ അംബാനിയും അദാനിയും വരാത്തത്? അവർ രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരായതുകൊണ്ട് ഈ 10 വർഷമായിട്ട് അദാനിയുടെ അടുത്തേക്ക് ED പോയിട്ടില്ല, IT-യുടെ റെയ്ഡ് നടന്നിട്ടില്ല. ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നില്ലേ? അദാനി എങ്ങനെയാണ് ഈ രാജ്യത്തെ വലിയ നിലയിൽ വഞ്ചിച്ചത് എന്നുള്ളത്. എന്നിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? നിങ്ങൾ നോക്ക്, ഇവിടെ 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മോഡി എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ ഭരണത്തിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ, മുതലാളിമാർ ഈ രാജ്യത്തെ വഞ്ചിച്ച് അവരുടെ സമ്പത്ത് പോയി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിദേശ ബാങ്കുകളിലുള്ള ഇന്ത്യൻ മുതലാളിമാരുടെ കള്ളപ്പണം കണ്ടുകെട്ടും. അത് ഇന്ത്യയിലെ പാവങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം ഓഹരി വെച്ച് കൊടുക്കും. അത് നൽകാൻ വേണ്ടിയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ട് തുടങ്ങിപ്പിച്ചു. എന്തായി 10 കൊല്ലമായിട്ട്? ഇപ്പൊ എന്തേ നിങ്ങൾ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് മിണ്ടാത്തത്? 2014 തെരഞ്ഞെടുപ്പിൽ മോഡി ഘോരഘോരം പ്രസംഗിച്ച ഈ മുതലാളിമാരുടെ വിദേശ കള്ളപ്പണത്തെ കുറിച്ച് 10 വർഷമായിട്ട് പോകട്ടെ, ഇപ്പോഴത്തെ ഇലക്ഷൻ ഈ കേരളത്തിൽ വന്നിട്ട് 4 തെരഞ്ഞെടുപ്പ് റാലിയിൽ മോഡി പ്രസംഗിച്ചല്ലോ. എന്താ 2014 പറഞ്ഞ ഇന്ത്യൻ മുതലാളിമാരുടെ കള്ളപ്പണത്തെ കുറിച്ച് ഇപ്പോ അദ്ദേഹം മിണ്ടാത്തത്, ഒരക്ഷരം പറയാത്തത്?
നിങ്ങൾ ഇങ്ങനെ അഴിമതിക്കാരാണ്. നിങ്ങൾ ആരെയും വെക്കും. ഇവിടെ കുറെ സമയമായിട്ട് BJP പ്രതിനിധിയോട് ചോദിച്ചത്, പുൽവാമ ഭീകരാക്രമണത്തിന്റെ തൊട്ട് പിറകെ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ BJPയും കോൺഗ്രസും കൂടിയിട്ട് ഈ ബോണ്ട് വാങ്ങിച്ചത്? നിങ്ങൾ നോക്കണം, പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ക്രിക്കറ്റ് കളിച്ചുകൂടാ. പാകിസ്ഥാനിലെ അഭിനേതാക്കൾ നടിച്ചിട്ടുള്ള സിനിമകൾ ഇവിടത്തെ പ്രദർശിപ്പിച്ചുകൂടാ. അങ്ങനെ പാക് വിരോധം കുത്തി നിറക്കുന്ന ആളുകൾ, എന്നിട്ട് ദേശസ്നേഹവും രാജ്യസ്നേഹവും പറയുന്ന ആളുകൾ, നിങ്ങൾ ആ പുൽവാമ ഭീകരാക്രമണം തന്നെ സംശയാസ്പദം എന്ന് പറയുന്നത് BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സത്യപാൽ മാലിക്, അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണർ. നിങ്ങൾക്ക് എന്തും അഴിമതിക്കുള്ള സംഗതിയാണ്. കോൺഗ്രസിന്റെ മറ്റൊരു പതിപ്പാണ് BJPയും. അധികാരം കിട്ടിയപ്പോൾ ആ ചക്കരക്കുടം കൈയിട്ട് വാരുക. അതിപ്പോ മാത്രമാണോ? സാക്ഷാൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴല്ലേ? സാധാരണഗതിയിൽ സാത്വികനാണെന്ന് കരുതുന്ന വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കാർഗിൽ യുദ്ധം, അവിടെ മരിച്ചു വീണ ഇന്ത്യൻ സൈനികരുടെ ശവം കൊണ്ടുപോകുന്നതിനുള്ള, മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ശവപ്പെട്ടി ഇറക്കുമതി ചെയ്തതിൽ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ള ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു അക്കാലത്ത് രാജ്യരക്ഷാ മന്ത്രി എന്ന് കൂടി ആലോചിക്കണം. അന്നത്തെ NDA ഗവൺമെന്റിൽ, വാജ്പേയി ഗവൺമെന്റിൽ ആ ശവപ്പെട്ടി കുംഭകോണം നമ്മൾ കേട്ടതല്ലേ? നിങ്ങൾ നോക്ക്, വാജ്പേയിയുടെ ഭരണകാലത്ത് കാർഗിൽ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അടുത്ത് പോകുന്നതും അവിടുത്തെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കാളിത്തമുള്ള പഞ്ചസാര ഫാക്ടറികളുമായിട്ട് വാജ്പേയി ഭരണം ഇവിടത്തേക്ക് പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ പിന്നെ കച്ചവടം ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ഭരണം കിട്ടിയ എല്ലാ കാലത്തും, അത് വാജ്പേയിയുടെ കാലത്തായാലും ഇപ്പൊ മോഡിയുടെ കാലത്തായാലും, നഗ്നമായ അഴിമതി. ആ അഴിമതിക്ക് മോഡിയുടെ RSSന്റെ ഇന്നലെ CPIM പ്രതികരിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള RSSന്റെ ബുദ്ധിശാലകളിൽ ആലോചിച്ചെടുത്ത വളരെ ആസൂത്രിതമായ തന്ത്രമാണ് ഈ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് പറയുന്നത്. അഴിമതിക്ക് തന്നെ ഒരു നിയമ പരിവേഷം നൽകുക എന്ന് പറയുന്നത്. യെസ്, ശ്രീ N. ശ്രീകുമാർ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് BJPയെ എങ്കിലും കോൺഗ്രസിനും പല കാര്യങ്ങളിലും ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്പേസ് എന്താണ് ഇക്കാര്യത്തിൽ? ഡോക്ടർ ലാലെ, ഇതൊരു വലിയ തട്ടിപ്പറിയാണെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ തന്നെ എൻ്റെ ഉത്തരം കിട്ടും. BJP എപ്പോഴും പറഞ്ഞിരുന്നത് അവരഴിമതിക്കാരല്ല, അവരുടെ ഗവൺമെന്റിനെ കുറിച്ച് അഴിമതി എന്ന് പറയാൻ എതിരാളികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. ഇതിലും വലിയ അഴിമതി ഏതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് 26 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജൂൺ മാസം വരെ സമയം നൽകണമെന്ന്. അപ്പൊ കോടതി ചോദിച്ചു 26 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ ഓരോ തവണ നടത്തിയ അഭ്യർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ? അത് തന്നെയാണ് അഴിമതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു പൊതുമേഖല, ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കിന് കൃത്യമായിട്ട് അതിന്റെ മറുപടി കൊടുക്കാമല്ലോ. ഇത് സുപ്രീം കോടതി പലവട്ടം അവർക്ക് താക്കീത് നൽകിയിട്ടല്ലേ ഇന്നലെ ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ സംഭാവന വാങ്ങിക്കുന്നതിന് കോൺഗ്രസ് എതിരല്ല. പക്ഷെ സംഭാവന വാങ്ങിക്കുമ്പോൾ അത് ന്യായമായ രീതിയിൽ എല്ലാവരും കൊടുക്കാറുണ്ട് സംഭാവന, അത് സ്വീകരിക്കാറുണ്ട്. അതിൽ നിന്നും ഒരു പാർട്ടിയും ഭിന്നമല്ല. പാർട്ടികൾക്ക് സംഭാവന പിരിക്കാതെ പ്രവർത്തിക്കാനുമാവില്ല. ഭരണത്തിലിരിക്കുന്നവർക്ക് കൂടുതൽ സംഭാവന ലഭിക്കും. അത് കോൺഗ്രസിനും കിട്ടും, CPM-നും കിട്ടും, BJPക്കും കിട്ടും. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അതിന്റെ ഏതാണ്ട് വലിയൊരു ശതമാനം BJPക്ക് ലഭിക്കുകയാണ്. അപ്പൊ അങ്ങനെ BJPക്ക് ലഭിക്കുമ്പോൾ ഈ കൊടുത്ത കമ്പനികളുടെ ഒക്കെ പേര് ഇനി പുറത്തു വരികയാണ്. എനിക്ക് കൃത്യമായിട്ട് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയാതിരിക്കുന്നത്. എന്തായാലും അടുത്ത് തന്നെ ആ വിവരങ്ങളെല്ലാം പുറത്തു വരും, കൃത്യമായിട്ട് തന്നെ പുറത്തു വരും. കാരണം കോടതിയിൽ ഇത് സമർപ്പിച്ചാൽ അതെന്തായാലും ജനങ്ങൾക്കുള്ളതാണല്ലോ, പബ്ലിക്കിനുള്ളതാണല്ലോ ആ വിവരങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കാം. പിന്നെ ഇവിടെ പൊളിഞ്ഞു പോകുന്ന എന്താണ്? BJP അഴിമതിരഹിത സർക്കാരാണെന്നുള്ള അവരുടെ മുഖമാണ് പൊളിഞ്ഞു പോകുന്നത്. അങ്ങനെ പൊളിഞ്ഞു പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവര് അദാനിയെ അവർ ഒരുപാട് സഹായിച്ചു. ഈ അദാനിക്കെതിരായ പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തിയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഓർമ്മ വേണം, അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി നിരന്തരം ശബ്ദിച്ചു എന്നതാണ്
അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി ഒരു തൊടിന്യായങ്ങൾ കൊണ്ടുവന്ന് കേസുണ്ടാക്കിയൊക്കെ ചെയ്തത്. അപ്പൊ അത് അക്കാലത്ത് ഇത് കോൺഗ്രസ് മറ്റേ പല വേദികളിൽ പറഞ്ഞപ്പോൾ BJP പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഇപ്പോൾ ഈ വിവരം വരുമ്പോൾ BJP എന്ന ഭരണകക്ഷി ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് പറയുന്നത്? കാരണം ഇവർക്ക് കിട്ടിയ സംഭാവനകളെല്ലാം ഇവർക്ക് നാളെ കോടതിയിലല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്, അല്ലാണ്ട് പക്ഷേ ശ്രീകുമാർ, ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ ഇടപെടൽ കൊണ്ടല്ല. മുഖ്യമായും നിങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ BJPയോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും, അഴിമതിയുടെ കാര്യത്തിൽ BJPയെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും CPIMന്റെ ഇനിഷ്യേറ്റീവാണ്. CPIM കോടതിയിൽ പോയിട്ടാണ് ഈ കാര്യങ്ങൾ. CPIMനെയും ഇതുപോലെ പണം വാങ്ങുന്ന ഒരു പാർട്ടിയായി കാണാൻ സാധിക്കില്ല. അവർ ഈ ബോണ്ട് വാങ്ങുന്ന പരിപാടിയെ എതിർക്കുകയും അതിൽ ഉൾപ്പെടാത്തൊരു പാർട്ടിയാണ്. അവർ കോടതിയിൽ പോയിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനത്തിൽ കോൺഗ്രസ്സിന് കൂടി ഉത്തരം പറയേണ്ടി വരുന്നു എന്നുള്ളത് വലിയ കഷ്ടമാണ് ഈ കാലഘട്ടത്തിൽ. ഈ പുൽവാമ കേസിൽ BJP ആ പ്രശ്നമുണ്ടായതിനു ശേഷം പാക് കമ്പനിയിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങിയത് BJP മാത്രമല്ല കോൺഗ്രസും കൂടിയാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല ആ കാര്യത്തെക്കുറിച്ച്. അത് പുറത്തു പോയിട്ടുണ്ടേ, കോൺഗ്രസ് വാങ്ങിച്ച ഫണ്ടിനെ കുറിച്ച് കോൺഗ്രസിന് വിവരമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് ഇതൊരു തട്ടിപ്പറിയാണെന്ന്. പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്, ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അതിൽ വിശ്വസിക്കുക. പിന്നെ എല്ലാവരും പറഞ്ഞു CPM ഇതിൽ കോടതി പോയിട്ട് ശരിയാണ്. പക്ഷെ കോൺഗ്രസിന്റെ UPയിലെ നേതാവ് ജയ ഠാക്കൂറും ഇതേ വിഷയത്തിൽ കോടതിയിൽ പോയ ആളാണ്. അത് പുറത്തു വന്നില്ല. CPM അത് പ്രചരിപ്പിച്ചു, ഞങ്ങളാ പോയതെന്ന്. ഇവിടെ മുസ്തഫയെ പറഞ്ഞു CPM ആ പോയെന്ന്. ജയ ഠാക്കൂർ പോയിട്ടുണ്ട്. അല്ല, CPM ആണ് പോയത്. ജയ ഠാക്കൂർ ആണ് അപ്പുറത്ത് പോയി എന്ന് താങ്കൾ പറയുന്നത്, കോൺഗ്രസ് അല്ല. ജയ ഠാക്കൂർ കോൺഗ്രസ് നേതാവാണ് UPയിലെ. അവർ തന്നെയാണ് ഇത്തവണ ഈ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി കാര്യത്തിലും കോടതിയിൽ പോയിട്ടുള്ളത്. അതെ, CPMന്റെ കാര്യത്തിൽ CPM ഇതുപോലെ ബോണ്ട് വാങ്ങിയിട്ടില്ല, ബോണ്ടിന്റെ പണം അവർ കാശാക്കി മാറ്റിയിട്ടില്ല. അതുപോലെ അല്ല കോൺഗ്രസിന്റെ കാര്യം. കോൺഗ്രസ് പൈസ വാങ്ങി പോക്കറ്റിൽ ഇട്ട പാർട്ടിയാണ്. അല്ല, അത് എങ്ങനെ പറയാൻ പറ്റും ഡോക്ടർ ലാലെ? ഇപ്പൊ ഞാൻ ഒരു ആരോപണമാണ്, ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ കൃത്യമായ തെളിവുകൾ പുറത്തു വരട്ടെ. തമിഴ്നാട്ടിൽ DMK പണം വാങ്ങി എന്ന് പറഞ്ഞിട്ട് 70 കോടി എത്ര വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബോണ്ട് പ്രകാരം. അതിൽ BJPക്കാർ പറഞ്ഞ് 25 കോടി CPMന് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അതോടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, കോൺഗ്രസിനെയും BJPയെ CPMനെയും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച പാർട്ടി, ദേശീയ തലത്തിൽ പരാജയപ്പെട്ടെങ്കിൽ ദേശീയ പരിവേഷമുള്ളൊരു പാർട്ടി. CPM എന്ന് പറയുന്നത് കേരളം മാത്രം ഭരിക്കുന്ന പാർട്ടി. ഇവിടെ നേരത്തെ ശ്രീ സാജിയാഗോ മാർട്ടിനെ കുറിച്ച് പറഞ്ഞു. അത് VPP മുസ്തഫ നല്ലൊരു കമന്റ് കേട്ടു. എന്താണ്, എന്തോ ഒരു തിരിച്ചു കൊടുക്കാവുന്ന ബോണ്ടോ? തിരിച്ചു കൊടുക്കാവുന്ന ബോണ്ടൊന്നും അല്ല. അത് EP ജയരാജൻ പത്രത്തിൽ കഷ്ടത്തിലായപ്പോൾ 2 കോടി രൂപ വാങ്ങിച്ചു എന്ന് അദ്ദേഹം സമ്മതിച്ചതാണ്. അക്കാലത്ത് പാർട്ടി പത്രത്തിന്റെ ജനറൽ മാനേജറായ വേണുഗോപാൽ എന്നാണ് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം പത്രത്തിൽ പോയെന്ന് തോന്നുന്നു. ആ 2 കോടി രൂപ CPM തിരിച്ചു കൊടുത്തു. അതാണ് ഈ മുസ്തഫ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത്. അത് അങ്ങനെ കൊടുക്കാനുള്ള പണം, അങ്ങനെ കൊടുക്കാനുള്ള പണമൊന്നും അല്ലത്. ഞാൻ അക്കാലത്ത് ജയരാജൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാത്ത ഒരാളാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. കാരണം ഒരു പത്രം നടത്താൻ 2 കോടി രൂപ സംഭാവന വാങ്ങിച്ചതിൽ വലിയ തെറ്റൊന്നും ഇല്ലെന്ന് അന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതോടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് CPMന് കേരളത്തിലെ CPMനെ കുറിച്ചുള്ള ആക്ഷേപം, അങ്ങനെ ഒരു വിമർശനം കൂടി വന്നതുകൊണ്ട് ഡോക്ടർ VPP മുസ്തഫ, ഒരു മിനിറ്റ് താങ്കൾക്ക്, ഒറ്റ മിനിറ്റ്, എനിക്ക് ലാൽകുമാറിലേക്ക് പോകണം. ഇതില് അദ്ദേഹം പറയുന്നത് ശരിയല്ല. സംഭാവനയാണ് CPIM വാങ്ങിച്ചതെങ്കിൽ അത് പിന്നെ തിരികെ കൊടുക്കേണ്ടതില്ലല്ലോ. അന്നും ഉപയോഗിച്ച വാക്ക് ബോണ്ട് എന്ന് തന്നെയാണ്, അല്ലാതെ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് സംഭാവന എന്നല്ല. ആ ബോണ്ട് തിരികെ കൊടുക്കുന്ന ബോണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 കോടി തിരികെ കൊടുത്തതും സാന്റിയാഗോ മാർട്ടിൻ അത് തിരികെ സ്വീകരിച്ചതും. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം അത് തിരികെ സ്വീകരിക്കേണ്ട കാര്യമില്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. പിന്നെ ജയ ഠാക്കൂർ കോൺഗ്രസിന്റെ AICCയുടെ തീരുമാനപ്രകാരം കേസ് കൊടുത്തതല്ല. CPIM അതിന്റെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വക്കീലിനെ വെച്ച് കേസ് നടത്തിയാണ്. ജയ ഠാക്കൂർ അവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് കേസ് കൊടുക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ ഏതെങ്കിലും കമ്മിറ്റി തീരുമാനിച്ച കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ടല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പണം സ്വീകരിക്കുമായിരുന്നില്ല. രാജീവ് ഗാന്ധിയൊക്കെ ഇപ്പൊ എടുക്കുന്ന നിലപാട് അതൊരു ആദർശാതീതമായ നിലപാടാണെങ്കിൽ ഈ ഫണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് 1 രൂപ വേണ്ട എന്ന നിലപാട് തുടക്കം മുതൽ കോൺഗ്രസ് സ്വീകരിക്കുമായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ നിലപാടല്ല അത്.
ഇപ്പൊ അതെ, പുറത്ത് കോൺഗ്രസിന് വന്നപ്പോൾ ഇപ്പോഴും കോൺഗ്രസും അത്തരത്തിലൊരു അതിൽ നിലപാടില്ല വിമർശിക്കാൻ എന്ന് എന്ന് നേരത്തെ പറയുന്നതേ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കോൺഗ്രസിന് ഇങ്ങനെ സംഭാവന വാങ്ങിക്കുന്നതിനെതിരല്ല. അതുകൊണ്ടാണല്ലോ BJP ഉണ്ടാക്കിയ ഈ നിയമത്തിൻ്റെ പുറത്ത് ആ പണം വാങ്ങിയത്. അതിൽ ഇപ്പോൾ ഉത്തരം പറയേണ്ട പല കാര്യങ്ങളും ബാക്കിയുണ്ട്. അത് പുറത്തേക്ക് വരട്ടെ എന്നാണ് നേരത്തെ ശ്രീകുമാർ പറഞ്ഞത്. ഞാൻ വരാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, BJP ഇപ്പോൾ ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടി CPM കോടതിയിൽ പോയി ഇത്തരത്തിലൊരു വിധി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാങ്ങിയെടുത്ത് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് എത്രമാത്രം വലിയ ഗുരുതരമായ ഒരു വാർത്തയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി വിവരങ്ങൾ നൽകാതെ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പണം വാങ്ങി നയങ്ങൾ പോലും മാറ്റി അന്വേഷണ ഏജൻസികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു ഗുണ്ടാപ്പിരിവ് നടത്തുന്നത് പോലെ ഈ ED ഒക്കെ നിർത്തിക്കൊണ്ട് പൈസ പിരിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായി എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ അതെത്രമാത്രം ഗുരുതരമാണ്? അല്ല, ഇവിടെ നോക്കൂ, വളരെ മാന്യമായി നടന്ന ഒരു പ്രോസസ്സാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി മണി അക്വയർ ചെയ്തതെങ്കിൽ സുപ്രീം കോടതി അത് റദ്ദാക്കേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ വളരെ സിമ്പിൾ ലോജിക്. സുപ്രീം കോടതി പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത് ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ആർട്ടിക്കിൾ 19(1)A പ്രകാരം. അത് ഒരു പാർട്ടിയിലേക്ക് പോകുന്ന പൈസ ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു എന്നൊക്കെ അറിയാൻ വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു കാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കുമ്പോൾ അയാളുടെ സ്വത്ത് വിവരങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. അത് കൊടുക്കുന്നതും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാര്യം ആർട്ടിക്കിൾ 19(1)A പ്രകാരം ഒരു കാൻഡിഡേറ്റ് ആരാണ്, ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, ഞാനിപ്പോൾ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. തോമസ് ഐസക്കിന് വോട്ട് ചെയ്യാൻ പോകുമ്പം എൻ്റെ തോമസ് ഐസക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് എന്ന അഭിപ്രായ രൂപീകരണത്തിന് തോമസ് ഐസക്കിനെ കുറിച്ച് ഞാൻ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതേ പ്രിൻസിപ്പിളാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും വർക്ക് ചെയ്യുന്നത്. ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എന്തടിസ്ഥാനത്തിൽ കിട്ടി? നോക്കൂ, ഇവിടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ. 65% ടോട്ടൽ ബോണ്ടിൻ്റെ മണിയിൽ നിന്ന് 65% മറ്റും നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്, BJPക്കാണ്. ആ പണം 65% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതേലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പണം നിങ്ങളുടെ എത്താതിരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ടോട്ടലിൻ്റെ 65%ഓ അതിന് മുകളിലോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന കമ്പനികളെല്ലാം അത്ര നന്നായിട്ട് റൺ ചെയ്യുന്ന പോകുന്ന കമ്പനിയല്ല. ഇപ്പം 12,000 കോടി രൂപയുണ്ടെങ്കിൽ അതിനകത്ത് 65% നിങ്ങൾക്ക് വന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം സാന്റിയാഗോയുടെ പണം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് അത് മാത്രം നിങ്ങൾക്ക് വന്നിട്ടില്ല, നല്ല പുണ്യം പവിത്രമായിട്ടുള്ള മറ്റു പണങ്ങളാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ള വാദം ശരിക്കും പറഞ്ഞാൽ ചുമ്മാതെ വാദിക്കാവുന്നേ ഉള്ളൂ. അതിന് വലിയ കാര്യമില്ലാത്തൊരു വാദമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത് സുപ്രീം കോടതി പല പ്രാവശ്യം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണത്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വളരെ വൃത്തിയായി ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ അല്ലെങ്കിൽ ED ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഉപയോഗിച്ച് ഇവരെ പ്രഷറൈസ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം ബോണ്ട് മേടിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള പ്രോസസ്സ് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് VPP പറയുന്നതിനകത്ത് വളരെ ന്യായമുള്ളൊരു കാര്യമാണ്. ഇന്ന് കരൺ താപ്പറിന് 2 ദിവസം മുമ്പ് കരൺ താപ്പറിന് ജസ്റ്റിസ് മദൻ ലോക്കൂർ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ക്വിഡ് പ്രോ ക്യൂ, നമ്മളത് ജുഡീഷ്യറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇവർക്ക് ഈ പൈസ കിട്ടിയപ്പം നമ്മൾ വളരെ പ്രാധാന്യമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്ക് തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നോക്കൂ, BJPക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് അധികാരവർഗമാണ് BJP ആണ് രാജ്യം റൂൾ ചെയ്യുന്നത്. കോൺഗ്രസിനെ ഒരു നിമിഷത്തേക്ക് ഞാൻ മാറ്റി വെക്കാം, കോൺഗ്രസിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആ പറയുന്ന പാർട്ടിയിലേക്ക് ഈ പണം ചെല്ലുമ്പോൾ എന്ത് തിരിച്ചാണ് ഇവർ കൊടുത്തിരിക്കുന്നത്? തിരിച്ച് സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളൊരു പ്രധാനമായ ചോദ്യമുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് അഴിമതിയിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പം നോക്കൂ, നിങ്ങൾക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണം പ്രഖ്യാപിച്ച് ഇത് അവോയ്ഡ് ആ EDയുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ നിന്ന് ഒരാൾക്ക് പുറത്തു പോകാൻ BJPയുടെ ബോണ്ട് ഇത്ര മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറപ്ഷനാണ്, അത് ബ്ലേറ്റന്റ് കറപ്ഷനാണ്. അതിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
അപ്പം ഇങ്ങനെയുള്ളൊരു ആസ്പെക്റ്റ് എന്താണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ആ കിട്ടിയ തുക നമുക്കറിയാം. ആരിൽ നിന്ന് കിട്ടി, എപ്പോൾ കിട്ടി, എങ്ങനെ കിട്ടി, എന്തിന് കിട്ടി? ഈ ചോദ്യങ്ങൾക്കൊക്കെ SBI മറുപടി, SBIയുടെ ഡീറ്റെയിൽസിൽ നിന്ന് മറുപടിയും ഇലക്ഷൻ കമ്മീഷനും പറയേണ്ടതായിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ SBI പോലൊരു സ്ഥാപനം സുപ്രീം കോടതി വന്നിട്ട് ലാഫിംഗ് സ്റ്റോക്ക് ആവുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ ശക്തമായാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ളത്. SBIയുടെ അന്തസ്സുള്ളൊരു SBIയുടെ തലവനായിരുന്നെങ്കിൽ രാജിവെച്ചിട്ട് വീട്ടിൽ പോയനെ. ഞാൻ പറയുന്നതിന് എക്കോ കേൾക്കുന്നത്, അത് കറക്റ്റ് ചെയ്യാൻ പറയൂ. എപ്പോഴും ഉള്ളതാണ് ഈ പരിപാടി. ഈ പറയുന്ന SBIയുടെ തലവൻ രാജിവെച്ച് വേറെ വല്ല വീട്ടിൽ പോയനെയും. ആദ്യം ഇവർ പറഞ്ഞ എന്താണ്? 26 days ഇവർ ഇതേ അടയിരുന്നു. 26 days ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞ് 26 ദിവസം ഇതിനകത്ത് അടയിരുന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജൂൺ അവസാനമേ തരാൻ പറ്റൂ. എന്താ ജൂൺ അവസാനത്തിന്റെ പ്രത്യേകത? അപ്പോഴത്തേന് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കിട്ടേണ്ട ഈ പറയുന്ന എന്താണോ നടക്കേണ്ടത് അത് നടന്നു കഴിയും. അപ്പൊ ഈ പറയുന്ന ഇപ്പോൾ തന്നെ ഈ സീരിയൽ നമ്പറുകളൊന്നും ഇട്ടിട്ടില്ല. സീരിയൽ നമ്പറുകൾ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. കോടതി ചോദിക്കുന്നുണ്ട് എന്താണ് അതിന് പറ്റിയതെന്ന്. അത് ലുക്ക് ദിസ് ഈസ് വിൽഫുൾ ഡിസൊബീഡിയൻസ്. Willful disobedience by someone is contempt of court. അതിനകത്ത് ഒരു സംശയം വേണ്ട, അത് കണ്ടംപ്റ്റ് ആണത്. അതിനകത്ത് ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇവിടെ നോക്കൂ, ഈ പറയുന്ന ഓരോ നമുക്കതിൻ്റെ ഏറ്റവും ഇൻട്രിക്കേറ്റ് ആയിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടികൾക്ക് പണം കിട്ടുന്നു. ഇപ്പം ഇന്നിപ്പോൾ VPP പറഞ്ഞതും താങ്കൾ പറഞ്ഞതും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ആ VPP പറഞ്ഞതിനകത്തെ കണ്ടന്റ് വൈസ് അല്ല ഞാൻ പറയുന്നത്. റിലയൻസിന് പൈസ കിട്ടിയിട്ടില്ല, അല്ലെ അദാനിക്ക് പൈസ കിട്ടിയിട്ടില്ല. നോക്കൂ, ഞാൻ ഇപ്പം റോയിറ്റേഴ്സിൻ്റെ ഒരു വാർത്ത എൻ്റെ മുന്നിലുണ്ട്, അത് ഞാൻ വായിക്കാം. റോയിറ്റേഴ്സ് ഇന്ന് മാർച്ച് 15, 2024 5:37 വിട്ടിരിക്കുന്ന വാർത്തയാണ്. അതിനകത്ത് ക്യുക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി, QWIK, അതെങ്ങനെ അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പെല്ലിംഗ് തന്നെ വായിക്കുകയാണ്. എ ടോപ്പ് ബയർ ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ ബോണ്ട് is affiliated to Ambani's Reliance. Filing shows അവർ മേടിച്ചിരിക്കുന്നത് $50 million ഈക്വലൻ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അദാനിയോ അംബാനിയോ ഇത് വാങ്ങിച്ചിട്ടില്ല എന്ന് നമ്മൾ അംബാനി ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ അദാനി ലിമിറ്റഡ് എന്നോ കണ്ടില്ല എന്ന് കരുതി ഇങ്ങനൊരു കാര്യമില്ല എന്ന് നമ്മൾ മാധ്യമങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത 100 കണക്കിന് കമ്പനികൾ ഇതിനകം ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ലിസ്റ്റിലുണ്ട്. ഏത് കമ്പനികളാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ കമ്പനികളൊക്കെ ആരുടെയാണ്? ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഈ പറയുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. അതാ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1-2 പോയിന്റ് കൂടെ ഉണ്ട്. അത് ഈ സ്ട്രെച്ചിൽ തന്നെ പറഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ. 2017 ഈ 2017 ഫൈനാൻസ് ആക്ടിൽ 2017 എന്തായാലും രാജ്യം ഭരിക്കുന്നത് മോഡി സർക്കാരാണല്ലോ. അതിൽ 2.5% ഒരു കമ്പനിയിൽ നിന്ന്, ഒരു കോർപ്പറേറ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഷെയർ പൊളിറ്റിക്കൽ പാർട്ടി സ്വീകരിക്കാവൂ എന്നുള്ളൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് അവരങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. അത് ഈ പറയുന്നത് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ നടന്നിട്ടുള്ളത്. അതിനു മുമ്പ് 2014 ഇതിപ്പോൾ കോൺഗ്രസ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്താണ് ഈ സംഭവിക്കുന്നത്. 2014 ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വരുന്നു. എന്താണ്? FCRA ആക്ട് പ്രകാരം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ആ ആക്ട് പ്രകാരം നമുക്ക് വെളിയിൽ നിന്നുള്ള കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് പൈസ മേടിക്കാൻ പറ്റില്ല. വെളിയിലുള്ള കമ്പനിയുടെ സബ്സിഡറി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ സബ്സിഡറി ഫേമിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവർ FCRA ആക്ട് അമെൻഡ് ചെയ്തു. 2014 കോൺഗ്രസ്, അത് BJP വരുന്നതിന് തൊട്ട് മുമ്പാണ്. ഒരു പ്രശ്നവും ആർക്കും ഇല്ല. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനൊരു സബ്സിഡറി കമ്പനി, വെളിയിൽ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ സബ്സിഡറി കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ട് പണം മേടിക്കുന്നതിൽ തെറ്റില്ല എന്ന് കോൺഗ്രസിനും പ്രശ്നമില്ലായിരുന്നു. ഇത് വളരെ ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് പ്ലണ്ടർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ജയ ഠാക്കൂർ പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം CPIM പോയത് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജയ ഠാക്കൂർ പോയത് കോൺഗ്രസ്സുകാരിയായ ജയ ഠാക്കൂർ പോകുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അത് കോൺഗ്രസിന് അതിന് ക്രെഡിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഒരു കാരണവശാലും ഈ കാലത്ത് അതിൻ്റെ ക്രെഡിറ്റ് മേടിക്കാൻ പറ്റില്ല. ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവാ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. ഇന്ദിരാഗാന്ധിയാ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. ഇപ്പം ഈ ശ്രീകുമാരിയേട്ടൻ ഈ പറഞ്ഞ നിമിഷം ജയ ഠാക്കൂർ കോൺഗ്രസിലുണ്ടോ എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോൾ കാണത്തില്ല, കാര്യം അവർ BJPയിലായിരിക്കും. അങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ട്.
അപ്പം ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇത് കോൺഗ്രസ് ആണോ, ഒരാൾ രണ്ടുപേരെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് ആണോ അതോ BJP-യിലേക്ക് പോയോ എന്നുള്ള സംശയം ഇപ്പം നിൽക്കുന്ന ഒരു കാലത്ത് കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ജയ ഠാക്കൂർ പോയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡ് കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ കുറിച്ച്. ശരി 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 ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾക്കും കൈ കാണിച്ചതുകൊണ്ട് ഒരു മിനിറ്റ് താങ്കൾക്ക് ഞാൻ തരാം. പാർട്ടി നിയോഗിക്കുമായിരുന്നുവെങ്കിൽ ശ്രീ എൻ ശ്രീകുമാർ, ലാൽകുമാർ പറഞ്ഞതിന് താങ്കൾക്ക് എന്തോ ഒരു പ്രതികരണം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ രണ്ട് പ്രതികരണം. ഈ ജയ ഠാക്കൂറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറയാതിരിക്കുക. ജയ ഠാക്കൂർ ഈ കോൺഗ്രസിന് വേണ്ടി തന്നെയാണ് പോയത്, കോൺഗ്രസ്സുകാരിയായിട്ട് തന്നെയാണ് പോയത്, വ്യക്തിപരമായിട്ട് പോയിട്ട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്താണ്. ഞാൻ പറയാം, കോൺഗ്രസിന്റെ ശൈലി. പക്ഷെ പ്രശ്നം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഉള്ളൊരു പ്രശ്നമാണ് ലാൽകുമാർ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലെ പ്രശ്നമാണ് ശ്രീ എൻ ശ്രീകുമാർ. ഇപ്പോഴും ജയ ഠാക്കൂർ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല എന്നാണ്, BJP-യിലാണോ കോൺഗ്രസിലാണോ എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? ജയ ഠാക്കൂർ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോടതിയിൽ പോയത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഇനി വേറെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കേരളത്തിൽ ശബരിമല കാലം വന്നപ്പോഴേ, ശബരിമല കേസ് വന്നപ്പോഴേ അന്ന് കോടതിയിൽ പോയത് കോൺഗ്രസ്സുകാരനായ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. KPCC അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക ചെയ്തത്. അതാണ് കോൺഗ്രസിന്റെ ശൈലി. ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസോ AICCയോ പോകാറില്ല. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഉദാഹരണം പറഞ്ഞത് നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ നേരത്തെ മുസ്തഫ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുസ്തഫയിലേക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പോയത്. CPM CPI വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. CPM CPIക്കും ഈ പണം കൊടുക്കുന്നത് എന്തിനാണ്? അധികാരത്തിൽ വരാവുന്ന കക്ഷിക്കാണ് പണം കൊടുക്കുക, ആർക്കാണെങ്കിലും. കേരളത്തിൽ CPM കിട്ടുന്ന കമ്മീഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യൂ. മാസപ്പടി വിവാദം എങ്ങനെ വന്നു ചർച്ച ചെയ്യൂ. പ്രതിപക്ഷം UDF ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യൂ. അവിടെയൊക്കെ കമ്മീഷൻ ആർക്കാ കിട്ടിയത്? കേരളയിലും KFOണും ഒക്കെ ആർക്കാ കമ്മീഷൻ കിട്ടിയത്? അതിന്റെ മറ്റൊരു പ്രതിരൂപമാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ള പാർട്ടിക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പണമൊക്കെ വാങ്ങാം, BJP ഉണ്ടാക്കിയ നിയമം കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിച്ച് പണം വാങ്ങുകയാണോ അപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്? ഒരു ജയ ഠാക്കൂർ പോയത് കൊണ്ട് ഇപ്പോൾ പറഞ്ഞു നിൽക്കാം എന്നുള്ളതല്ലാതെ നിങ്ങളുടെ നയം പക്ഷേ ആ പണം വാങ്ങാം എന്ന് തന്നെയല്ലേ? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന വേണ്ടെന്ന് ഏതെങ്കിലും പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ. EP ജയരാജന്റെ 2 കോടിയെ കുറിച്ച് ഞാൻ വീണ്ടും ചർച്ചയാക്കുന്നില്ല. എൻ്റെ അടുത്ത സുഹൃത്ത് EP, അതുകൊണ്ട് ഞാൻ ചർച്ചയാക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഏത് രാഷ്ട്രീയ കക്ഷിയും പണം വാങ്ങിക്കും. BJP-യുടെ പ്രശ്നം എന്താ? വാങ്ങിയിട്ടില്ല, വേണ്ട പോട്ടെ. അതായത് അത് നമ്മൾ ചർച്ച ചെയ്താണ്, പേപ്പറിൽ കിടപ്പുണ്ട്, ചരിത്രം പരിശോധിച്ചാൽ അതിലേക്ക് പോകാൻ ഇപ്പൊ സമയമില്ല നമുക്ക്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ കാര്യത്തിൽ ഇപ്പൊ കോൺഗ്രസ് എവിടെയാണ് എക്സെപ്ഷണൽ ആകുന്നത്? കോൺഗ്രസ് എവിടെയാണ് എക്സെപ്ഷണൽ ആകുന്നത്? ഈ പുൽവാമ കേസിന് ശേഷം ഉണ്ടായ സംഭവത്തിൽ പാക് കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് മുമ്പിൽ നിൽക്കുന്നു. അവിടെയാണ് പ്രശ്നം. അത് ഞാൻ പറഞ്ഞു നിൽക്കട്ടെ. അതായത് 12,000 കോടി രൂപയോളം ഇവിടെ BJP-ക്ക് ബോണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന് 1,600 കോടിയോളം കിട്ടിയിട്ടുണ്ട്. 1,400 ശിഷ്ടമേ കോൺഗ്രസിന് ബോണ്ടായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ വന്ന കണക്കനുസരിച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കൂ, 12,000 കോടി BJP, ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് 1,600 കോടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തായാലും ഇപ്പൊ 3 സംസ്ഥാനം അവർ ഭരിക്കുന്നുണ്ടല്ലോ, അവർക്ക് കിട്ടിയത് 1,400 ശിഷ്ടം കോടി രൂപ. നിങ്ങൾ മനസ്സിലാക്കണത്, കോൺഗ്രസിനെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്, എക്കാലത്തും സുതാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടെ, BJP-യെ കുറിച്ചുകൂടെ പറയാൻ കാരണം BJP പറഞ്ഞെന്താ, ഞങ്ങൾ അഴിമതിക്കാരല്ല. പക്ഷേ എന്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയാൻ മടിച്ചു എന്നുള്ള സുപ്രീം കോടതി ചോദ്യത്തിന് മുന്നിൽ വെളിവാകുന്ന എന്താണ്? അഴിമതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ ഇപ്പൊ CPM അല്ല ഇപ്പൊ BJP കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. ഇനി കോടതിയുടെ വിധി വരാനുണ്ട്. ശരി ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളോട് ഡോക്ടർ VPPക്ക് എന്തോ എതിരഭിപ്രായം ഉണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് BJP പ്രതിനിധിയിലേക്ക് ഒന്ന് പോകണം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ കാര്യത്തിൽ ഇതാണ് പ്രശ്നം. എന്തായാലും BJP ഇപ്പോൾ എന്താണ് പകരം നൽകിയിരിക്കുന്നത്? ഈ പണം വാങ്ങിക്കൊണ്ട് എന്താണ് സംതിങ് ഇൻ റിട്ടേൺ? നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ എന്താണ് പകരം നൽകിയിരിക്കുന്നത് ഓരോരുത്തർക്കും എന്നുള്ളതാണ് വലിയ പ്രശ്നം. ജനങ്ങളോട് നിങ്ങൾ ഉത്തരം പറയേണ്ടത് അതാണ്. സാന്റിയാഗോ മാർട്ടിന് കേസ് ഇല്ലാതാക്കി കൊടുക്കുന്നു. ഈ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള മേഗാ എഞ്ചിനീയറിങ്ങിന് ടണൽ നിർമ്മാണത്തിന് വേണ്ട ടെൻഡർ കിട്ടുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് കാലഘട്ടത്തിൽ 2 കമ്പനികളാണ് ഇവിടെ കുത്തക വാക്സിൻ കമ്പനികളായി ഉണ്ടായിരുന്നത്. അതിലെ ഒരു കമ്പനി ഇവിടെ 50-100 കോടി രൂപ ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് അവസ്ഥ എന്നുള്ളത്
ചിന്തിക്കേണ്ടതാണ്. ഇതിനൊക്കെ BJPയുടെ മറുപടി പറയണം. പറഞ്ഞോട്ടെ പറയൂ ഡോക്ടർ ലാൽ. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണ് ഡോക്ടർ ലാൽ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അത് നല്ല കാര്യം, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ നടത്തിക്കൊള്ളും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. എന്തൊക്കെ മറുപടികളാണ്, എന്തൊക്കെ ഗുണഗണങ്ങളാണ് നിങ്ങൾ പൈസ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തത്? ലാലിൻ്റെ ചോദ്യം. ഒരു ഗുണവും കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ സുതാര്യമായ രീതിയിൽ ഒരു സംവിധാനത്തിന് പൈസ വൈറ്റ് മണി ബാങ്കിലൂടെ KYC അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ല. കേസ് വരുമ്പോൾ EDയുടെ മുമ്പിലേക്ക് പോകേണ്ടി വരുമ്പോൾ EDയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഉടനെ ആ കമ്പനി പോയി പൈസ അടയ്ക്കുന്നു, അവർക്ക് EDയുടെ മുമ്പിൽ നിന്ന് മോചനം കിട്ടുന്നു. എത്ര ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെ പൊന്നുലാലെ, ഇതൊക്കെ നിങ്ങളുടെ തലയിൽ ഉദിക്കുന്ന ചില ചിന്താഗതികളല്ലേ. ED വരുന്നു, EDയുടെ ഭാഗമായിട്ട് പൈസ കൊടുക്കുന്നു, പൈസയുടെ ഭാഗമായിട്ട് ഗുണം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായിട്ട് ഡോക്ടർ ലാൽ വിഭാവനം ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലെന്നേ. രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ ആ രാഷ്ട്രീയ സംഘടന പൈസ വാങ്ങിക്കില്ലേ? അത് കൃത്യമായി സുതാര്യമായി വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്ത പോലെ മാസപ്പടി വാങ്ങിച്ചു വെച്ച് അതിന്റെ കണക്കും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് തട്ടിപ്പോന്നും അല്ലല്ലോ. ഒരാളെങ്കിൽ സർവീസ് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ കാര്യങ്ങൾ അവിടെ നിൽക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ മറ്റേ വിഷയത്തിലേക്ക് വന്നു. അതാണ് ഇപ്പോ നടക്കുന്നത്. ആദ്യം ഒന്നും നിങ്ങൾ അതിന് ഒരു ഭയമില്ല. നിങ്ങൾ 3 പേരല്ല 300 പേര് വന്നു വാദിച്ചാലും എൻ്റെ പൊന്നു ഡോക്ടർ ലാലെ, ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയല്ലേ. നിങ്ങൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, നിങ്ങളെന്താ പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാന്നേ. നിങ്ങൾ 543 സീറ്റിൽ മത്സരിച്ച് ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളോട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് സുതാര്യമായ രീതിയിൽ ഈ സംവിധാനം 14,400 കോടി രൂപയുടെ ടണൽ പദ്ധതി കിട്ടിയ മെഗാ എഞ്ചിനീയറിംഗ് ഒരു ഡോക്ടർ ലാലുമാർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു ഡോക്ടർ ലാലുമാരുടെയും കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തെ മറികടക്കാൻ പറ്റില്ല. എഴുതി വെച്ചോ. എന്താണ് പകരം ചെയ്തു കൊടുത്തതെന്ന് താങ്കൾ ചോദിച്ചല്ലോ. ഞാനൊരു ഒറ്റ ഉദാഹരണം എടുക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ മെഗാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് 14,400 കോടി രൂപയുടെ പദ്ധതി കൊടുത്തത്. ഒരു പരിഗണന, ഡോക്ടർ ലാൽ, ശ്രീലാൽ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധിയാണെങ്കിൽ പോലും ഒരു മാന്യമായ ശൈലിയിൽ നിങ്ങൾ VPP മുസ്തഫ പ്രസംഗിക്കുമ്പോഴോ നിങ്ങൾ ബഹുമാനനായിട്ടുള്ള മറ്റു അതിഥികൾ, മുസ്തഫ ബഹുമാനനായല്ലാതായതുകൊണ്ട് തന്നെ പറയാത്തതല്ല, എല്ലാ അതിഥികളും സംസാരിക്കുമ്പോൾ വളരെ ഭംഗിയായി അവർക്ക് സംസാരിക്കാനുള്ള കൃത്യമായ സമയം കൊടുത്ത് ഇടപെടലുകളില്ലാതെ ചെയ്യുമ്പോൾ, ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ മാത്രം ഇടപെടുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ഉല്ലാസ് ബാബു, വെറുതെ സമയം കളയണ്ട, ഞാൻ താങ്കൾക്ക് സമയം തരാം. എൻ്റെ ചോദ്യത്തിൽ നിന്ന് താങ്കൾ മാറി ഉത്തരം വേറെ പറയുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. എൻ്റെ ചോദ്യം ഓരോന്നായി ഡയറക്റ്റാണ്. അത് പറയേണ്ടത് താങ്കളാണ്. മുസ്തഫയ്ക്ക് അത് പറയാൻ പറ്റില്ല, ലാൽകുമാറിന് അത് പറയാൻ പറ്റില്ല, ശ്രീകുമാറിന് അത് പറയാൻ പറ്റില്ല. നിങ്ങളാണ് ഭരിക്കുന്ന പാർട്ടി, നിങ്ങളാണ് ഈ സുതാര്യതയെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾ കേൾക്കൂ, താങ്കൾ ഇടയ്ക്ക് കയറി പറയാതിരിക്കും. എൻ്റെ ചോദ്യം കേൾക്കും, അപ്പോൾ താങ്കൾക്ക് ഉത്തരം പറയാൻ സമയവും കിട്ടും. അതായത് പുൽവാമയ്ക്ക് പിന്നാലെ പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയത് എന്തിന് എന്നാണ് ഒരു ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ബാങ്കിൻ്റെ സാങ്കേതികമായ നിയമങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാതെ BJP വാങ്ങിയതിനെക്കുറിച്ചുള്ള ഉത്തരം താങ്കൾ പറഞ്ഞില്ല. രണ്ടാമത് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഈ മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് ഈ താനെ ബോണിവല്ലി ഇരട്ട ടണൽ പദ്ധതിക്ക് മെഗാ എഞ്ചിനീയറിങ്ങിന് 14,400 കോടിയുടെ കരാറ് കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അവർ 140 കോടി രൂപയുടെ ബോണ്ട് എടുത്തപ്പോഴാണ് അവർക്ക് ഇത് കിട്ടുന്നത് 1 മാസത്തിനകം. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറയണ്ടേ? ഇതാണ് പകരം കിട്ടുന്ന ഗുണം. അത് ലാൽ എങ്ങനെ തീരുമാനിച്ചാൽ ശരിയാവും?
ലാൽ ഒരു കമ്പനി ഇലക്ട്രൽ ബോണ്ട് എടുത്ത് ഒരു സംഭാവന കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭാവന കൊടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനയ്ക്കും ഈ പിണറായി സർക്കാർ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ലാൽ അംഗീകരിക്കോ? നിങ്ങൾ പറയൂ, അംഗീകരിക്കോ? നിങ്ങൾ അത് ചൂണ്ടിക്കാട്ടണം. ഇടതുപക്ഷ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം. അവർക്ക് കോർപ്പറേറ്റുകളുമായി ബന്ധമില്ല, അവർ പാവപ്പെട്ട ആളുകളിൽ നിന്ന് ബക്കറ്റ് പിരിവ് നടത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ തൊഴിലാളികൾക്ക് വേണ്ട പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ താങ്കൾ അത് പറയൂ ആദ്യം. അവർ ആർക്ക് അനുകൂലമായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയൂ. ഡയറക്റ്റ് ചോദ്യമല്ലേ സാർ? നിങ്ങൾ ചോദിക്കുന്ന ഡയറക്റ്റ് ചോദ്യത്തിന് കൃത്യമായ ഡയറക്റ്റ് ചോദ്യമല്ലേ? നിങ്ങൾ മറുപടി പറ. ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് കേരളത്തിലടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾക്ക് കാശ് കൊടുക്കുമ്പോൾ ഭരണമുള്ള സംവിധാനങ്ങളിൽ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആ വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കൊടുക്കുമെന്ന് ലാൽ സമ്മതിക്കേണ്ടി വരുമില്ലേ? പറ. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ താങ്കൾ ഊഹിച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം ഇങ്ങോട്ട് ഇടാനല്ലല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. താങ്കളോട് കൃത്യമായിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. പുൽവാമ ഒന്ന്, രണ്ടാമത് മേഘ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി, രണ്ടാമത്തെ കമ്പനി, ആ കമ്പനിക്ക് എന്താണ് കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞു. താങ്കൾക്ക് അതിന് ഉത്തരവില്ല. താങ്കൾ പകരം പറയുന്നത് ഊഹിച്ച് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെയാണ് തിരിച്ചു ചോദിക്കുന്നത്. അതെന്തൊരു ചോദ്യമാണ് സാർ? ഡോക്ടർ ലാലിന് കൃത്യമായ ഉത്തരം ഞാൻ തരാം. മഹാരാഷ്ട്ര അടക്കമുള്ള സംവിധാനങ്ങളിൽ ഉള്ള കമ്പനികൾ കൊടുത്ത പൈസ പരിപൂർണമായി ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഏത് രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വന്നു എന്നുള്ളത് ഡോക്ടർ ലാലിന് അറിയില്ല. ഡോക്ടർ ലാൽ അനുമാനിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ ലാൽ പറയുന്നു ആ പൈസ വാങ്ങിച്ചുകൊണ്ട് ഗുണഗണങ്ങൾ കൊടുത്തു. അതും ഡോക്ടർ ലാലിന് അറിയുന്ന കാര്യമല്ല. അതും ഡോക്ടർ ലാലിന്റെ മാത്രം സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങയോട് അതേ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഭരിക്കുന്ന കേരളത്തിലും CPM-ന്റെ ഇന്ത്യ സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഘടനയ്ക്കും കൊടുത്ത ആ പൈസകൾ, വിവിധ ആളുകൾ കൊടുത്ത പൈസകൾ, വിവിധ സംഘടനകൾ കൊടുത്ത പൈസകൾ, വിവിധ കോർപ്പറേറ്റുകൾ കൊടുത്ത പൈസകൾ, ആ കൊടുത്ത പൈസകൾക്ക് മുഴുവൻ അവനവന്റെ രാഷ്ട്രീയ സംഘടനയായ CPM ഭരിക്കുന്ന സംവിധാനങ്ങളിൽ കൃത്യമായിട്ട് ഗുണഗണങ്ങൾ കൊടുത്തുവോ ഇല്ലയോ? ശരി, ഞാൻ ഈ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി താങ്കൾ ഇങ്ങനെയല്ല പറഞ്ഞത്, തർക്കിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഡോക്ടർ VPP മുസ്തഫയാണ് പറയേണ്ടത്. ഡോക്ടർ മുസ്തഫ, നിങ്ങൾക്ക് സംഭാവന തരുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് തിരിച്ചു പറഞ്ഞാലെന്നാണ് BJP-യുടെ ചോദ്യം. കേവലമായിട്ടുള്ള ഊഹോപോഹങ്ങളല്ലല്ലോ പറയേണ്ടത്. നമ്മുടെ മുന്നിൽ ഇവരുടെ തന്നെ സംവിധാനം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ നിയന്ത്രണവും ഇപ്പോൾ ഉള്ളത് ആരുടെ കയ്യിലാണ്? നിങ്ങൾ വലിയ സുതാര്യത അവകാശപ്പെടുന്ന ഈ ബോണ്ട് സംവിധാനം, ഇലക്ട്രൽ ബോണ്ട് സംവിധാനം, അതിൻ്റെ ഭാഗമായി പുറത്തു വന്ന രേഖകളിലെ കൃത്യമായ യാഥാർത്ഥ്യമല്ലേ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മോളെയും മാസപ്പടിയും എന്നൊക്കെ BJP പ്രതിനിധിയും കോൺഗ്രസിന് വേണ്ടിയിട്ട് ശ്രീ ശിവകുമാറും ഒരുപോലെ പരാമർശിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ അന്വേഷിക്കുകയല്ലേ? ഇന്നലെയും മുഖ്യമന്ത്രിയോട് നേരിട്ട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? അന്വേഷിക്കൂ. നിങ്ങളിങ്ങനെ ഇരുട്ടത്ത് നിർത്തുന്നത് എന്തിനാ? നിങ്ങളുടെ എല്ലാ ഏജൻസികളും അന്വേഷിക്കുന്നു. അന്വേഷിച്ച് ഖണ്ഡിതമായി സമയബന്ധിതമായി അന്വേഷിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം കൃത്യമായി അന്വേഷിച്ച് നിങ്ങളുടെ നിഗമനം പറ, ഇതാ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിനു പകരം ഒരുതരം മഴയത്ത് നിർത്തിയിട്ട് വേട്ടയാടുന്നതല്ലാതെ അതിനകത്ത് എന്തുണ്ട്? നിങ്ങൾ ഈ സമീപനം തന്നെയല്ലേ ഇന്ത്യ മുഴുവൻ സ്വീകരിക്കുന്നത്? BJP-യുടെ പ്രതിനിധി പറയട്ടെ, എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ നിങ്ങളുടെ കൂടെ വരുന്നത്? മറ്റു പാർട്ടികളിൽ നിന്ന് നിങ്ങളുടെ കൂടെ ആളുകൾ വരുന്നത് നിങ്ങളുടെ ആദർശം കണ്ടിട്ടാണോ? BJP-യുടെ നയം കണ്ടിട്ടാണോ? മോഡിയുടെ വികസന ഭരണം കണ്ടിട്ടാണോ? നിങ്ങളിപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ എങ്ങനെയാണ് വൻകിട സ്ഥാപനങ്ങളുടെ പുറകിലേക്ക് ED-യെയും IT-യെയും എല്ലാം അയച്ച് വേട്ടയാടി അവരെ സാഷ്ടാംഗം പ്രണയിപ്പിച്ചത്? അതുപോലെ തന്നെയല്ലേ രാഷ്ട്രീയ നേതാക്കളുടെ പിറകെ, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളുടെ പിറകെ നിങ്ങൾ ED അയക്കുന്നു. അങ്ങനെ പോയ ആളുകൾ നിങ്ങളുടെ കൂടെ വന്നാൽ പിന്നെ നിങ്ങൾക്കൊരു അഴിമതിയുമില്ലല്ലോ. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഉപമുഖ്യമന്ത്രിയല്ലേ അജിത് പവാർ? സാക്ഷാൽ മോഡിയും അമിത്ഷായും നേരിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഈ അജിത് പവാറിനെ കുറിച്ചിട്ട് എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ പ്രസംഗിച്ചവരാണ്, എന്തെല്ലാം പ്രസംഗിച്ചിരുന്നു. ഇന്ന് വന്നിട്ട് പത്തനംതിട്ടയിൽ സ്വർണ്ണ പ്രശ്നം പറഞ്ഞതുപോലെയല്ലേ അജിത് പവാറിനെ കുറിച്ചിട്ട് മഹാരാഷ്ട്രയിൽ പോയിട്ട് ഈ സാക്ഷാൽ മോഡി പറഞ്ഞത്? എന്താ ഇപ്പോൾ അജിത് പവാറിനെതിരെയുള്ള കേസില്ലാത്തത്? കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസുകളിൽ നിന്നും നിങ്ങൾ കുറ്റവിമുക്തനാക്കിയില്ലേ? നിങ്ങൾ എങ്ങനെയാ അദ്ദേഹത്തെ ഒക്കെ കൂട്ടിയത്? അപ്പൊ നിങ്ങള് കറതീർന്ന അഴിമതി പാർട്ടിയാ, അങ്ങേറ്റം കളങ്കിതമായ പാർട്ടിയാ. ഞാനാ നേരത്തെ പറഞ്ഞത്. അത് ഇപ്പൊ മാത്രമല്ല, നേരത്തെ നിങ്ങൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞു CPM-ഉം ഇതുപോലെയൊക്കെയാണ്. ഞങ്ങൾ വാങ്ങിക്കുന്നില്ല എന്നാണ്, ഞങ്ങൾക്ക് തരാതിരുന്നതല്ല.
ഞങ്ങൾക്ക് തരാതിരുന്നതല്ല, വാങ്ങിക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തു. ഭരണത്തിലില്ലാത്ത ധാരാളം പാർട്ടികൾ, ശ്രീകുമാർ ആ ലിസ്റ്റ് നോക്കൂ. ഇന്ത്യയിൽ ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീർ, അവർ ഭരണത്തിലില്ലാതായിട്ട് എത്ര വർഷമായി? അവർ വാങ്ങിയിട്ടുണ്ട് ബോണ്ട്. അതുപോലെ സിക്കിമിലെ ക്രാന്തിക് പാർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. RJD ലാലു പ്രസാദിന്റെ, അവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോയിട്ട് എത്ര കാലമായി? അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാങ്ങിക്കാതിരുന്നതാണ്, അല്ലാതെ ഞങ്ങൾക്ക് തരാതിരുന്നതല്ല. തരാതിരിക്കുക എന്ന് പറയുന്നതും വാങ്ങിക്കാതിരിക്കുക എന്ന് പറയുന്നതും രണ്ട് അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് CPM-ഉം CPI-യും വാങ്ങിക്കാതിരുന്ന പാർട്ടികളാണ്. അങ്ങനെ തന്നെ കാണണം. ചെറിയ പാർട്ടികൾ പോലും ചെറിയ തുകയാണെങ്കിലും അവർ വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് CPM-ന് ബോണ്ട് കിട്ടിയില്ലെങ്കിലും അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അവരെന്തുകൊണ്ട് സാമ്പത്തിക അഴിമതി നേരിടുന്നു? AI ക്യാമറയിലത്തെ കമ്മീഷനെ കുറിച്ച് എന്തുകൊണ്ട് അഴിമതി നേരിടുന്നു? എന്തുകൊണ്ട് മാസപ്പടിയെ കുറിച്ച് പറയുന്നു? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ഞാൻ അപ്പൊ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ CPM-ഉം അതിൽ നിന്ന് മുക്തമല്ല. അതിനെല്ലാം എന്തെങ്കിലും ഇപ്പോ ഈ ബോണ്ടിന്റെ കാര്യം, ശ്രീകുമാർ ഒറ്റ കാര്യം, ഈ ബോണ്ടിന്റെ രേഖകൾ പുറത്തു വന്നതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ കേരളത്തിലെ LDF ഗവൺമെന്റിനെതിരായ വിവാദങ്ങളിൽ ഏതെങ്കിലും സ്ഥാപനം, നിങ്ങൾ AI ക്യാമറ, പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയല്ലോ, നിന്നു അവിടെ. നിങ്ങൾ കോവിഡ് കാലത്ത് നമ്മുടെ ഡാറ്റ അനാലിസിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി ഏൽപ്പിച്ചതിന് രമേശ് ചെന്നിത്തല അന്ന് കോടതിയിൽ പോയല്ലോ. എന്തെങ്കിലും കോടതി അതിൽ കണ്ടെത്തിയോ? നിങ്ങൾ ഇടതുപക്ഷ വിരോധം കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒന്നിൽ ശ്രീകുമാർ ഉൾപ്പെടെ ബിരിയാണി ചെമ്പിനെ കുറിച്ചിട്ടും ഈത്തപ്പഴത്തിന്റെ സ്വർണത്തെ കുറിച്ചിട്ടും ഖുറാനിലെ സ്വർണത്തെ കുറിച്ചും പറഞ്ഞതല്ലേ? എന്തേ ആ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്നു? എന്തേ നിഗമനത്തിലെത്താത്തത്? ആരെങ്കിലും പ്രതിയായോ? KT ജലീലിനെ എത്ര ദിവസം ചോദ്യം ചെയ്തത്? പ്രതി ലിസ്റ്റിൽ വന്നില്ലല്ലോ. ചാർജ് ഷീറ്റ് കൊടുത്തല്ലോ. എന്തിനാണ് മുസ്തഫ നമ്മുടെ മുന്നിലുള്ള അനുഭവം. എന്തിനാണ് മുസ്തഫ KSIDC ഹൈക്കോടതിയിൽ പോയത്? KSIDC എന്തിനാണ് ഈ കരിമണൽ വിഷയത്തിൽ ഹൈക്കോടതിയിൽ പോയത്? എന്തിനാണ് ഹൈക്കോടതിയിലെ തട്ടുവാങ്ങിച്ചത്? എന്തിനാണ് SFI അന്വേഷണത്തിന് എന്തിനാണ് ജൂൺ വരെ നീണ്ടുപോകുന്നത്? ED പോലുള്ള ഏജൻസികളെ തെറ്റായിട്ട് അല്ലല്ല. തോമസ് ഐസക് പോയില്ലേ? തോമസ് ഐസക് പോയപ്പോ കോടതി എന്താ പറഞ്ഞത് ശ്രീകുമാറെ? തോമസ് ഐസക് ED-യുടെ സമൻസിനെതിരെ പോയില്ലേ? കെജ്രിവാൾ പോയില്ലേ സമൻസിനെതിരെ ED-യുടെ? അങ്ങനെ ED-യെ ഉപയോഗിച്ച് ഡൽഹിയിൽ അവിടെ കെജ്രിവാൾ പോയിട്ടുണ്ട്, ഇവിടെ ഐസക് പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ കോടതി എടുത്ത നിലപാട്? ഐസക്കിനോട് പോകാൻ പറഞ്ഞില്ലല്ലോ. കോടതി പറഞ്ഞില്ലല്ലോ ED-യുടെ മുമ്പാകെ പോകണമെന്ന് ഐസക്കിനോട് പറഞ്ഞില്ലല്ലോ. മുസ്തഫ, ഒരു കാര്യം മുസ്തഫ മനസ്സിലാക്കിക്കോക്കെ, ഇന്ത്യയിലത്തെ ഒരുപാട് മുഖ്യമന്ത്രിമാര്, മന്ത്രിമാര്, നേതാക്കളെ ഒക്കെ ED ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പക്ഷെ സംരക്ഷിക്കപ്പെടുന്ന ഒരൊറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ. ആരാത്? ഏത് മുഖ്യമന്ത്രിയാ? എന്ത് സംരക്ഷിക്കപ്പെടുന്നു? അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പുറത്തു വരുന്നില്ലേ? വന്നതല്ലേ കാര്യങ്ങൾക്ക്? എന്താണ് അതാ പറഞ്ഞത്. LDF-ഉം BJP-യും തമ്മിലാണ്. അജിത് പവാർ പോയത് നിങ്ങളുടെ നേതാക്കൾ പോയത് അതുകൊണ്ടല്ലേ? LDF-ഉം BJP-യും തമ്മിലാണ് മുഖ്യം. അല്ല, ഒരു മിനിറ്റ് പറയാൻ അനുവദിക്കൂ. ശ്രീകുമാർ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. അതായത് LDF-ഉം BJP-യും തമ്മിലാണ് മുഖ്യ മത്സരമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെ കൊണ്ട് പറയിപ്പിച്ചത് ഏത് ഘടകമാണ്? എന്തുകൊണ്ടാണ് പിറ്റേന്നത് തിരുത്തി പറയേണ്ടി വന്നത് CPM-നും മുഖ്യമന്ത്രിക്കും? എന്തുകൊണ്ടാണ് ഇടതുമുന്നണി കൺവീനർ ആദ്യം പറയാൻ കാരണം എന്താ? മുസ്തഫ ഏത് കാര്യത്തിലാണ് ഓർത്തിരിക്കുന്നത്? EP പറഞ്ഞാണോ ശരി? മുഖ്യമന്ത്രി പറഞ്ഞാണോ ശരി? അല്ലല്ല, ഉത്തരം പറ. കൃത്യമായിട്ട് വ്യക്തമാക്കി. എന്തുകൊണ്ടാ കോൺഗ്രസിൽ നിന്ന് ആളുകൾ കേരളത്തിൽ നിന്ന് പോകുന്നത്? പക്ഷെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പോകുമ്പോ അതിനെ സംബന്ധിച്ച് LDF കൺവീനർ പ്രകടിപ്പിച്ചിട്ടുള്ള ആശങ്കയാണത്. അല്ലാതെ മുഖ്യ രാഷ്ട്രീയ മത്സരം എന്നുള്ള അർത്ഥത്തിലല്ല. ഈ കേരളത്തിൽ നിന്ന് പോലും അതും ആര്? ശരി, ശ്രീ എൻ ലാൽകുമാർ ഇപ്പോ വലിയ ഒരു അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ രാജ്യം ചർച്ച ചെയ്യുന്നത്. ഇതുപോലൊരു അഴിമതി രാജ്യം കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അഴിമതിയെക്കുറിച്ച് കോൺഗ്രസ് ആണ് ഒരു പരിധിവരെയെങ്കിലും മുമ്പോട്ട് രാജ്യം മുഴുവൻ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. പക്ഷേ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ലാൽകുമാർ, ഇപ്പൊ ഈ പറയുന്ന ഉത്തരങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ഈ കോൺഗ്രസിന് ആത്മാർത്ഥമായി ഈ കാര്യങ്ങളിൽ BJP-ക്കെതിരെ പറയാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
വേറെ ആരോ ചുരുക്കി. പറയുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ആ, ഞാൻ പറയട്ടെ. ഡോക്ടർ ലാൽ ഈ അല്ല, ഇവിടെ നോക്കൂ, കോൺഗ്രസിന് ഇതിന് കോൺഗ്രസിന് ഇത് ലാർജർ സ്കെയിൽ ക്യാമ്പയിൻ നടത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർ വിചാരിച്ചാൽ പറ്റുമായിരിക്കാം. ഈ എത്തിക്കേണ്ട ആൾക്കാർ അപ്പുറത്ത് പോകുമോ എന്നുള്ളൊരു ചോദ്യം വലിയ ചോദ്യമാണ്. നമ്മൾ നോക്കൂ, ശ്രീകുമാരേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്കാണ് പണം കൊടുക്കുക. കോൺഗ്രസ് എവിടെ അധികാരത്തിൽ വരാൻ സാധ്യത? കോൺഗ്രസ് എവിടെയാണ് അധികാരത്തിൽ വരാൻ സാധ്യത? ഉള്ള അധികാരം പോയി നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തിനാണ് ഇവർക്ക് കാശ് കൊടുക്കുന്നത്? കോൺഗ്രസിന് അത്രയും വിന്നിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പാർട്ടി അല്ല രാജ്യത്ത്. ഈ പറയുന്ന സഖ്യമൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എന്തേലും ഒപ്പിക്കാം എന്നുള്ളതല്ലാതെ നിങ്ങൾ ഇപ്പം മലമറിക്കും എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനത അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരെ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ശരി, ആ കോൺഗ്രസിന് ഇനി ഇക്കാര്യത്തിൽ എത്രമാത്രം മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നത് വലിയൊരു ചോദ്യമായി തന്നെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും അധികാരത്തിലേക്ക് എത്തുന്ന പാർട്ടി അല്ല CPM എന്ന് കോൺഗ്രസ് വിമർശിക്കുമ്പോഴും അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി വന്നു ഇപ്പോൾ BJPയുടെ ഈ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവരാൻ. സുപ്രീം കോടതിയിൽ ഇടപെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ കഥകളൊക്കെ രാജ്യം അറിയുന്നതിന് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടി വരും, ആ ചർച്ച എത്ര മുന്നോട്ട് പോകേണ്ടി വരും, ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം BJP എക്സ്പോസ് ചെയ്യപ്പെടും, ഇതാണ് ഇനി കാത്തിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, N ശ്രീകുമാർ, ഉല്ലാസ് ബാബു, ഒപ്പം N ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.